ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ആനന്ദ് ആൻഡ് ബാലൻ എൻറ്റേർഡ് ഇൻ ടു പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിംഗ് ₹50,000 ആൻഡ് ₹30,000 റെസ്പെക്റ്റീവ്ലി. ആനന്ദ് ബാലൻ എന്നുള്ള രണ്ട് പാർട്ട്നേഴ്സ്, ഒരാൾ 50,000 മറ്റേ ആൾ 30,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദേ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000 പെർ ആനം. ആനന്ദ് എന്നുള്ള പാർട്ണർക്ക് ഒരു വർഷത്തിന് 5,000 രൂപ സാലറി കിട്ടുന്നു. അപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു വർഷത്തിന് 6% ആണ്. അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2015 were ₹6,000 and ₹5,000 റെസ്പെക്റ്റീവ്ലി. ആനന്ദ് ബാലൻ എന്നുള്ള രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സ് എത്രയാണ്? വിഡ്രോവൽസ് 6,000 5,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദ് 300, ബാലൻ 200 ടു ബി ചാർജ്ഡ്. Profits of the firm after providing for annual salary and interest on capital taking into account interest on drawings were ₹15,000. അതായത് ഫേമിൻ്റെ പ്രോഫിറ്റ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നിവ കൊടുത്തതിന് ശേഷമുള്ള ഫേമിൻ്റെ പ്രോഫിറ്റാണ് 15,000. ക്വസ്റ്റ്യൻ പറഞ്ഞത് പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് അസ്യൂമിങ് ദാറ്റ് ദേ മെയിൻറ്റെയിൻ ദി അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ ഒരു പാർട്ണർക്ക് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, കറൻറ്റ് അക്കൗണ്ടും വേണം. അപ്പോൾ ആനന്ദിന് ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, കറൻറ്റ് അക്കൗണ്ടും വേണം. അതുപോലെ തന്നെ ബാലന് എന്താവശ്യമാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഹെഡിങ്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ണേഴ്സിൻ്റെ പേര് കൊടുക്കാം ആനന്ദ്, അതുപോലെ തന്നെ ബാലൻ. ഇപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണിത് ഫസ്റ്റത്തത്. പെർട്ടിക്കുലേഴ്സ് ആനന്ദ് ബാലൻ ഡെബിറ്റ് സൈഡ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ക്രെഡിറ്റ് സൈഡാണ്. പെർട്ടിക്കുലേഴ്സ് അതുപോലെ തന്നെ ആനന്ദ് ബാലൻ, ഇത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട എന്താണ്? ബാലൻസ് ബി പാർട്ടി. ബാലൻസ് ബി പാർട്ടി എത്രയാണ്? രണ്ട് പേരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ. ഒരാൾ 50,000 അതുപോലെ തന്നെ ബാലൻ 30,000. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടോ നോക്കണം. അഡീഷണൽ ക്യാപിറ്റൽ ഇല്ല. അതേപോലെ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പ്രത്യേകം പറയും. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട് 6,000 5,000 കാണുക, പക്ഷെ അത് ഏത് എമൗണ്ട് എന്നല്ല, ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്നല്ല, ബിസിനസ് എന്നുള്ള വിഡ്രോവൽസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇത്ര എഴുതാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇത് ബാലൻസ് ചെയ്യുക. 50,000 30,000. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് സി പാർട്ടി എത്ര? 50,000 30,000. ഓക്കെ, ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് കറൻറ്റ് അക്കൗണ്ടാണ് അല്ലേ? പാർട്ണേഴ്സിൻ്റെ കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിൽ ഇതുപോലെ തന്നെയാണ് കറൻറ്റ് അക്കൗണ്ടും വരയ്ക്കേണ്ടത്. രണ്ട് പാർട്ണേഴ്സിനും എന്ത് ചെയ്യണം? ഓരോ കോളം കൊടുക്കണം. ഓരോ കോളം കൊടുക്കുക.
കറണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഫോർമാറ്റിൽ നോക്കിയാൽ മതി ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക എന്നുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകൾ ഏതൊക്കെയാണ്? ബാലൻസ് ബി ബാർ ഡി. ക്വസ്റ്റ്യനിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഉണ്ടോ? പറയുന്നുണ്ടോ ക്വസ്റ്റ്യനിൽ? ക്വസ്റ്റ്യനിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. പിന്നെ അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഓർഡർ പ്രകാരം ഇങ്ങനെ പോയാൽ മതി. ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഇൻ ദ റേഷ്യോ 2:1. ആനന്ദിന് എന്തുണ്ട്? സാലറി ഉണ്ട് അല്ലേ? അതിൽ പ്രത്യേകിച്ചൊരു ഓർഡർ ഒന്നുമില്ല. ബാലൻസ് ബി ബാർഡ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ അങ്ങനെ എഴുതി കൊടുക്കുക. സാലറി 5,000 ഉണ്ട്. അതുപോലെ ബാലന് എന്തില്ല? സാലറി ഇല്ല. പിന്നെ അടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% പെർ ആനം. ഒരു വർഷത്തിന് 6% പലിശയുണ്ട്. അത് 2 പേർക്കും ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് ഏത് എമൗണ്ടുമ്മലാണ്? ക്യാപിറ്റലിൻ്റെ എമൗണ്ടുമ്മലാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആളാരാണ്? ആനന്ദിന് 50,000ൻ്റെ എത്ര ശതമാനം? 50,000ൻ്റെ 6% അല്ലേ? 50,000ൻ്റെ 6% എന്ന് പറയുമ്പോൾ എത്ര വരും? 3000. പിന്നെ ബാലനാണെങ്കിലോ 30,000ൻ്റെ 6%. 30,000ന് 6% എത്ര ഉണ്ടാവും? 1,800. ഓക്കെ. ഇതാണ് രണ്ടാളുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നേരിട്ട് ക്വസ്റ്റ്യനിൽ 6% പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നോക്കുക. അതിന്മേലാണ് കാണേണ്ടത്. 50,000 × 6%, 30,000 × 6/100. ഓക്കെ. പിന്നെ അതിൽ അടുത്ത എന്താണ്? ഡ്രോയിങ്സ് ആണ് അല്ലേ? ഡ്രോയിങ്സ് നമ്മൾ ഏത് സൈഡിൽ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് ഡ്രോയിങ്സ് കൊടുക്കേണ്ടത്. എത്രയാണ് ഡ്രോയിങ്സ് പറയുന്നത്? ഡ്രോയിങ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞത് 6,000 ആൻഡ് ₹5,000 റെസ്പെക്റ്റീവ്ലി എന്നാണ്. റെസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പാർട്ണർ ആരാണോ ആദ്യത്തത് അവർക്ക് കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പാർട്ണർ ആരാണ്? ആനന്ദാണ് അല്ലേ? അപ്പോൾ ആനന്ദിൻ്റെ ഡ്രോയിങ്സിന് എമൗണ്ട് 6,000, ബാലൻ്റേത് 5,000. ഓക്കെ. ഇനി അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡ് തന്നെ. കാരണം അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാനുള്ള എമൗണ്ടാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദിൻ്റെത് എത്ര രൂപ? ആനന്ദ് 300ഉം ബാലൻ 200ഉമാണ്. ഓക്കെ. അതെഴുതി. പിന്നെ പറഞ്ഞിട്ടുള്ള ഫേമിൻ്റെ പ്രോഫിറ്റ്സ്. നമ്മളിവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർമാറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അതിൻ്റെ അർത്ഥം എന്താ? ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൊടുക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫേമിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 15,000 ആണ്. അപ്പോൾ ഇവിടെ ആനന്ദ് എന്ന് പറയുന്ന പാർട്ണർക്ക് കിട്ടുന്നത് 15,000 ഇൻറ്റു എത്രയാണ് ഇവർ തമ്മിലുള്ള റേഷ്യോ? ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ് അല്ലേ? 2:1 എന്ന് പറയുമ്പോൾ ആനന്ദും ബാലനും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ആനന്ദിന് 2 കൊടുക്കുക, ബാലന് 1 കൊടുക്കുക. ഓക്കെ. 2:1 എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ആൾക്ക് ഫസ്റ്റത്തെ കൊടുക്കുക, രണ്ടാമത്തെ ആൾക്ക് രണ്ടാമത്തെ കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 + 1 2 + 1 3 അല്ലേ? അത് രണ്ടും താഴെ എഴുതി കൊടുക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഛേദം എഴുതുന്നത്. ഓക്കെ. അപ്പോൾ 2:1 എന്നുള്ളത് 2 ഫസ്റ്റത്തെ ആൾക്ക്, 1 രണ്ടാമത്തെ ആൾക്ക്, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് താഴെ എഴുതുക. ആ 15,000 ഇൻറ്റു 2/3 ആണ് ആർക്ക് കിട്ടുന്നത്? ആനന്ദിന് കിട്ടുന്നത്. അപ്പോൾ ബാലൻ എത്രയായിരിക്കും? 15,000 ഇൻറ്റു 1/3. ഓക്കെ. അപ്പോൾ അതിൽ ഈ രീതിയിലാണ് നമ്മൾ റേഷ്യോ കാണേണ്ടത്. അപ്പോൾ 15,000ൻ്റെ 2/3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 10,000. അതുപോലെ തന്നെ 15,000ൻ്റെ 1/3 5,000. ഇത്രയാണ് നമുക്ക് ഏതിൽ എഴുതാനുള്ളത്? കറൻറ്റ് അക്കൗണ്ടിൽ എഴുതാനുള്ളത്. ഇനി നമുക്കത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്ത് ചെയ്യണം? എല്ലാം രണ്ടാളുടെ അക്കൗണ്ടാണ് അല്ലേ? രണ്ടാളുടെ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ആനന്ദിൻ്റെ നോക്കാം. ആനന്ദിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ
എത്രയുണ്ട് ടോട്ടൽ? 18,000 ഉണ്ട്. 5,000, 3,000, 10,000. 18,000 ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 6,300 ഉള്ളൂ. ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അറിയാലോ. അപ്പോൾ അതിൽ ക്രെഡിറ്റ് സൈഡിൽ 18,000 ടോട്ടൽ. അതേ ടോട്ടൽ എവിടെയും കൊടുത്തു? ഡെബിറ്റ് സൈഡിലും കൊടുത്തു. പക്ഷെ അതിൽ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 6,300 ഉള്ളൂ. എങ്കിലും ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് ഏതാണോ അത് രണ്ട് സൈഡിലും കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാലൻസിങ് എമൗണ്ട്, അതായത് ഇതിൽ എത്ര രൂപയുടെ 18,000 ആകുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപയുടെ കുറവുണ്ട്. സാധാരണ നമ്മൾ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുന്ന രൂപം തന്നെയാണിത്. ബാലൻസ് സി ബാർ ഡി. ഓക്കെ. ഇനി അതേപോലെ തന്നെ ബാലൻ എന്ന് പറയുന്ന പാർട്ണറുടെ നമ്മൾ നോക്കുക. ഇവിടെ എത്രയുണ്ട്? 1,800ഉം 5,000, 6,800. ഇവിടെ എത്രയുണ്ട്? 5,200 ഉണ്ട്. ഏതാ കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ അതിൽ 6,800 കൊടുത്തു. ഇവിടെ 5,200 ഉള്ളൂ. എത്ര രൂപയുടെ കുറവുണ്ട്? 1,600 കുറവുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന വിധം ഫസ്റ്റ് ഇയറിൽ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന വിധമൊക്കെ പഠിച്ചാണ്. അപ്പോൾ അത് ടോട്ടൽ എഴുതുമ്പോൾ രണ്ടും കണ്ടോ, ബാലൻ എന്ന് പറയുന്ന പാർട്ണറുടെ കോളത്തിൽ 6,800 ആണ്. അതേ ടോട്ടൽ ഇവിടെയും കൊടുത്തത്. ആനന്ദിൻ്റെത് 18,000 ആണ്, അത് ഇവിടെയും കൊടുത്തു. അപ്പോൾ ടോട്ടൽ എഴുതിയിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് ബാലൻസ് സി ബാർ ഡി ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. അത് നമ്മൾ നേരെ ഇനി ഇങ്ങോട്ട് എന്ത് ചെയ്യും? ബാലൻസ് ബി ബാർ ഡി എന്നിട്ട് സി ബാർ ഡി ഉള്ള എമൗണ്ട് ഇങ്ങോട്ട് നേരെ ബാലൻസ് ബി ബാർ ഡി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. ഈ രീതിയിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും തയ്യാറാക്കേണ്ടത്.